പാവം സില്ലി പീപ്പിൾ. എന്താ പരിപാടി നാളെ? നാളെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. തോന്നട്ടെ നാളെ എനിക്ക് കുളിക്കാ, പല്ലേക്കാ, കുളിക്കാ, സദ്യ ഉണ്ണ, അമ്മനെ വീട്ടിൽ പോവാ. ആഹാ, ഇത് മറ്റേ വടിവരുടെ പത്തിനുള്ള. അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കുഞ്ഞോളാനിന്റെ പാട്ട്. ചക്കരക്കുട്ടിക്ക് പാട്ട് പെട്ട് എമ്പിക്കുട്ടി തേപ്പ് കിട്ടി. ചേട്ടാ ഓവർ അറ്റാച്ച്മെന്റ് പാടില്ല. ഒന്നും നമ്മുടെ സ്വന്തമല്ല. അതെ 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 അതെ, ഒന്നും നമ്മുടെ സ്വന്തം. നമ്മൾ സ്വന്തമായിട്ട് വിചാരിക്കുമ്പോഴാണ് വിട്ടു പോകുമ്പോഴാണ് വിഷമം. അത് പിന്നീടല്ലേ മനസ്സിലാക്കുന്ന കൂടിയേ. കൊറേ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കാണുന്നുണ്ടേ, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രണയം എന്നുവെച്ചാ ലഹരിയാണ്. അത് വിട്ടുപോയി കഴിഞ്ഞാൽ ജീവൻ നശിപ്പിക്കും. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മ ആ സമയത്ത് ഒന്നും ചിന്തിക്കത്തൊന്നുമില്ല. അതിനുശേഷം ആ സമയത്ത് ഒന്നും ചിന്തിണ്ടാവില്ല. കയ്യും മൂക്കും കണ്ണില്ല എന്നൊക്കെ പറയത്തില്ല, അതേപോലെ അങ്ങോട്ട് എല്ലാത്തിലും ഇൻവോൾവ് ആയി പോയി, മുന്നോട്ട് പോയി. അതിനകത്ത് പൈസ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല, എല്ലാം വേറൊരു സ്വപ്ന ലോകത്തായിരിക്കും. ഒരാൾക്ക് വേണ്ടിയൊക്കെ കളയും. എന്നിട്ട് അവർക്ക് വേണ്ടാണ്ടാവുമ്പോ നമ്മളും മുഞ്ചി വീട്ടിലേക്ക് വീട്ടുകാരെ ആട്ടും തുപ്പും കേൾക്കണ്ടി. അതിലേക്ക് ഒരു പാടാവട്ടെ എംബിയുടെ സ്റ്റോറി. പൊടിക്ക് ഏതാണ്ട് മനസ്സിലായിട്ട് തോന്നുന്നു. കാരണം പൊടി എത്ര എണ്ണം കിട്ടി സത്യം പറഞ്ഞു. എംബിക്ക് ജനിച്ചപ്പോ തന്നെ സ്കൂള് കാലം തൊട്ട് തുടങ്ങിയതാ. പക്ഷെ കാര്യണ്ട്, ഞാൻ ആദ്യം പിടിക്കുക, അത് വേറെ കാര്യം. ഓടുന്ന പറയണ പൊടി എന്തായാലും കേക്കട്ടെ. ലൈക്ക് അടിക്കുന്നവർക്ക് എല്ലാവർക്കും കേസ് മേടിച്ച് പോകണം. വിശിക്കണി നിർത്തിയത് ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ബിസിനസ് നടക്കണ്ട. അവിടെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് വരണ ഇങ്ങോട്ട് വരണം പൈസ. ലൈക്ക് എടുക്കുന്നവർക്ക് വല്ല ലൈക്ക് അടിക്ക്. അല്ലടോ ഓരോരുത്തരുടെയും കേട്ടുണ്ട്, അതാ. അല്ലാണ്ട് സ്വന്തം ഇതല്ല. നിനക്കൊന്നും കിട്ടിയിട്ടില്ലേ? ആഹാ, അപ്പൊ നീ മേടിക്കാതിരിക്കുന്നുള്ളൂ അല്ലേ? എനിക്ക് ആദ്യം കിട്ടീനാണോ കൈ നീട്ടോ. ഇതെന്തോയിരുന്നു മിന്നുന്നേ? എനങ്ങാതിരിക്കവിടെ. അവന് മതിയായി, ഇനില്ല വഴിക്കുന്നത്. ആളുടെ ഇത് ഡിക്ഷണറി എടുത്ത് കളഞ്ഞത് ഇപ്പൊ ഭയങ്കര ക്രൂരനായി മാറിയിരിക്കുന്നു. എനിക്കൊന്നും വേണ്ട. അയ്യോ, അതൊക്കെ പറയും എല്ലാവരും. വെച്ച് നോക്കുമ്പോ കല്യാണം കഴിക്കാണ്ടിരിക്കും ഭേദം. അതൊക്കെ എല്ലാവരും പറയും പൊടിയെ. അവിടെ പോയി ചാടുമ്പോൾ അറിയുള്ളൂ. അത് അധികം ഓളത്തിൽ ഇങ്ങോട്ട് പോവും. കല്യാണം കഴിക്കാണ്ടിരിക്കാൻ നല്ലത്. സ്വന്തം കാര്യം നോക്കിയ പോരെ. എന്തോ ഒരു മിന്നൽ വരളിയോ? അതെ അതെ, ഇടയ്ക്ക് കിടന്ന് മിന്നുന്നുണ്ട് അവിടെ. വാൽക്കണ്ണാടി വാൽക്കണ്ണാടി അതല്ല, ഈ സാധനം അത് മറ്റേ വെണ്ണ കടയിൽ. അതെനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നല്ലേ, ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ട്. അല്ലാണ്ട് എനിക്കറിയോ? കണ്ണാടി തെറ്റാക്കണം. എന്റെ കോമ്പൗണ്ട് കണ്ണാടി ലെവൻ അറിയുന്നില്ല. കോപ്പറേറ്റ് വെച്ചിട്ട് ഞാൻ മറ്റേ ഞാൻ ഉണ്ടാക്കിയത് 5:30 എനിക്കാണോ 5:07 സമയം കണിക്കാണ്. അല്ലേ കൂട്ടുകാരന്മാര് പണ്ടൊക്കെ കണ്ടുപോ കൃഷ്ണനൊക്കെ കൃഷ്ണനെ. അയ്യോ, 5:30 നേരത്തെ വരും. പാർക്കാൻ പൊട്ടിച്ചിട്ട് മനുഷ്യന്മാരെ. പൊടി നീ കാണിയൊക്കെ കാണാറുണ്ടോ പൊടിയെ? സ്വന്തം മകൻ കണ്ട അന്നത്തെ കൊല്ലം പോകുന്നു. ഇല്ല ഇല്ലില്ല, കഴിച്ചിട്ടൊന്നുമില്ല. രണ്ടുപേരും. ഒരാള് ഇന്നലെ ഞാൻ നേരത്തെ എന്നിട്ട് ഇവൻ നേരം വൈകിട്ട്. ഇന്ന് ഞാൻ നേരം വൈകി, ഇവൻ നേരത്തെ എന്നിട്ട്. പൊടിയാണോ വീട്ടിലെ കൃഷ്ണൻ? പൊടിയെ? അതെ. മറ്റേ ഇന്നത്തെ മറ്റേ സിനിമയില് നിക്കില്ലേ, അതല്ല പറയൂ. മറ്റേ മീശ മാധവെല്ലാം ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണവേഷം കെട്ടെടുത്ത് കാണാൻ തന്നെ മാത്രമേ ഉള്ളൂ. അപ്പൊ